പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. ഹല്ലേലൂയ. ആത്മീകമായി വർധന നാം പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ എങ്ങനെ ഒരു വർധനവ് വരുത്താം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. 6-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ഒന്നാമതായി നമുക്ക് വേണ്ടത് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്നതത്രേ. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നാം ക്രിസ്തുവിൽ വസിക്കുമ്പോൾ, ക്രിസ്തുവിലോട് ചേരുമ്പോൾ നിശ്ചയമായി നാം ഫലം കായ്ക്കും. വേദപുസ്തകത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നതും അതാ. ഒരുത്തൻ ക്രിസ്തുവിനോട് ഒട്ടിച്ചേർക്കപ്പെടുമ്പോൾ, ക്രിസ്തുവിൽ വസിക്കുമ്പോൾ അവൻ ഫലം കായ്ക്കും. നിങ്ങൾക്ക് തനിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയാത്തതുപോലെ ഒരു ദൈവ പൈതൽ ക്രിസ്തുവിലല്ലാതെ ഫലം കായ്പാൻ പറ്റത്തില്ല. പ്രിയരെ, ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ക്രിസ്തുവിൽ വസിക്കുക എന്നതത്രേ. ക്രിസ്തുവിനെ കൈക്കൊള്ളുക, ക്രിസ്തുവിനോടുകൂടെ ചേരുക. അങ്ങനെയെങ്കിൽ നിശ്ചയമായി നാം ഫലം കായ്ക്കും, നാം വർദ്ധിക്കും, നാം ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. ഒന്നാമത്തെ കാര്യം യേശുവിനെ കൈക്കൊള്ളുക. 2, അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുക. അവനെ കൈക്കൊള്ളുക മാത്രമല്ല, അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. ഒരിക്കൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് മാത്രം അത് തീരത്തില്ല. അനുദിനവും നാം യേശുവിനോട് കൂടെ നടക്കണം. യേശുവിനോട് കൂടെ നടക്കുന്ന വ്യക്തി ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടും. യേശുവിനോട് കൂടെ ചേർന്നിരിക്കുമ്പോൾ, അവനോട് കൂടെ പറ്റിയിരിക്കുമ്പോൾ നാം അധിക ഫലം കായ്ക്കും. ഒരു കൊമ്പ് വൃക്ഷത്തോട് പറ്റിയിരിക്കുന്നത് പോലെ നാം ക്രിസ്തുവിലേക്ക് പറ്റിയിരിക്കണം, ക്രിസ്തുവിനോട് കൂടെ ചേർന്നിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെയാ അവൻ്റെ ചുവടുകൾ. 2 പേർ ഒത്തിട്ടല്ലാതെ എങ്ങനെ നടക്കാൻ സാധിക്കും? നാം കൂട്ടായ്മയിൽ നടക്കണമെന്ന വേദപുസ്തകം പറയുന്നത്. അതിൻ്റെ അർത്ഥം നാം ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ ജയം നമ്മിലേക്ക് വരും. നാം പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം നാം നമ്മുടെ അഭിപ്രായത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ നീതീകരണ വാക്കുകളിൽ നാം ആശ്രയിക്കുന്നത് കൊണ്ടാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്. നാം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവവുമായിട്ട് ഹല്ലേലൂയ ഏക മനസ്സിനാൽ ചേർന്ന് വരുമ്പോൾ നിശ്ചയമായി നാം അധിക ഫലം കായ്ക്കും. ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുക, ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നടക്കുക, ഹല്ലേലൂയ അവനുമായി ഒരേ മനസ്സിൽ നാം നടക്കുക എന്നതത്രേ അതിൻ്റെ അർത്ഥം. നോക്ക്, പത്രോസ് തൻ്റെ പടകിൽ യേശുവിന് സ്ഥാനം കൊടുത്തു. പത്രോസ് പടകിൽ സ്ഥാനം കൊടുത്തപ്പോൾ യേശുവിൻ്റെ അഭിപ്രായവുമായി, യേശുവിൻ്റെ വാക്കുകളുമായി തനിക്കൊന്ന് താതാത്മ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. താനൊന്ന് ഒത്തുചേരേണ്ട ആവശ്യമുണ്ട്. ഒരു ഫെലോഷിപ്പിൻ്റെ ആവശ്യമുണ്ട്. യേശുവിന് പടകിൽ കൊടുത്തപ്പോൾ യേശു ഒരു അഭിപ്രായം പറഞ്ഞു: പടകിൻ്റെ വലതുവശത്തേക്ക് വലയെറിയുവിൻ. രാത്രി മുഴുവനും അധ്വാനിച്ച ഹല്ലേലൂയ പരിചയസമ്പന്നനായ ഒരു മീൻപിടുത്തക്കാരൻ ഒരു തച്ചൻ്റെ വാക്കിന് ചെവി കൊടുത്തു. ഒന്ന് കൂട്ടായ്മ ആചരിച്ചു. ഒരു ഫെലോഷിപ്പിൻ്റെ ഹല്ലേലൂയ മധുരം അവിടെയാണ് നാം കാണുന്നത്. അവൻ യേശുവിനോട് കൂടെ യേശുവിൻ്റെ വാക്ക് കേട്ട് വലയെറിഞ്ഞപ്പോൾ ആ വലയ്ക്കകത്ത് പെരുത്ത മീൻകൂട്ടം വന്നു. ഒരു വർധനവുണ്ടായി. അതുവരെ ശൂന്യമായി കിടന്ന പടക് ഇതാ മീനുകളെ കൊണ്ട് നിറഞ്ഞു. പ്രിയരെ, നിങ്ങളുടെ ഭവനത്തിനകത്തൊരു വർധനവ് വേണോ? യേശുവിനോട് കൂടെ കൂട്ടായ്മ നിങ്ങൾ ആചരിക്കണം. യേശുവിനോട് കൂടെ നടക്കണം. യേശുവിൻ്റെ വാക്ക് കേൾക്കണം. അവൻ്റെ വാക്ക് അനുസരിക്കണം. 2 പേര് ഒരുമിച്ചിട്ടേ നടക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ യേശുവുമായിട്ട് ഫെലോഷിപ്പ് ഉള്ളപ്പോൾ നിശ്ചയമായി നാം ഹല്ലേലൂയ അധിക ഫലം കായ്ക്കും, നാം വർധനവ് പ്രാപിക്കും. 3-ാമതായി ഇത് പറയുന്നു: അവനിൽ വേരൂന്നി ആത്മീക വർധന പ്രാപിക്കുക. അവനിലേക്ക് റൂട്ട് ഇറക്കുക, അവനിലേക്ക് വേരൂന്നുക. അതിൻ്റെ അർത്ഥം എല്ലാ സ്രോതസ്സും കർത്താവിൽ നിന്നായിരിക്കണം. നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കണം. നാം നമ്മുടെ ഭുജബലത്തിലോ കഴിവിലോ അല്ല. പാട്ടുകാരൻ പറയുന്ന പോലെ കഴിവല്ല
ബലമല്ല തമ്പുരാനെ, നിൻ്റെ കൃപയാ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയാൻ സാധിക്കും, എൻ്റെ ആശ്രയം കർത്താവില്ല, മനുഷ്യരിലല്ല എൻ്റെ ആശ്രയം, ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, ഹല്ലേലൂയ, നീ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. അതുകൊണ്ടാണ് പ്രവാചകനായ യിരെമ്യാവ് വിളിച്ചു പറയുന്നത്, ഉഷ്ണം തട്ടിയാലും അങ്ങനെയുള്ളവർ വാടത്തില്ല. മനുഷ്യരിൽ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. മനുഷ്യരിൽ ആശ്രയിക്കുന്നവർ ഹല്ലേലൂയ ഒരു വെയിൽ തട്ടുമ്പോൾ, ചൂട് തട്ടുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ വാടിപ്പോകും. എന്നാൽ ദൈവത്തിൽ ആഴത്തിലേക്ക് വേരൂന്നി, അവൻ്റെ വചനത്തിൽ വേരൂന്നി, അവനോട് ആരാധനയിൽ ഡീപ്പറായിട്ട് ഇറങ്ങുന്ന ഒരു ദൈവ പൈതലിനെ ഒരു നാളും കർത്താവ് കൈവിടത്തില്ല. അവനിൽ വേരൂന്നി വളർത്തും. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണമാണ് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്. അതിന് തക്കവണ്ണം സ്തോത്രം പറയാൻ തുടങ്ങും. നിങ്ങൾ ആഴത്തിൽ വേരൂന്നുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ വചനം വായിക്കാൻ തുടങ്ങും. വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നിങ്ങൾ വാ തുറന്ന് ഏത് സാഹചര്യത്തിലും സ്തോത്രം പറഞ്ഞു തുടങ്ങും. അതാ ആ നന്മയുടെ വർധനവിൻ്റെ സീക്രട്ട്. ആഴത്തിൽ വേരൂന്നുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഹല്ലേലൂയ കർത്താവിൻ്റെ വചനത്തിൻ്റെ ഹല്ലേലൂയ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലാകുമ്പോൾ ദൈവസ്നേഹം വെളിപ്പെട്ട് വരും. ദൈവസ്നേഹത്തിൽ സ്തുതി ഉയരും, ആരാധന ഉയരും, ദൈവത്തിനുള്ള നന്ദി അർപ്പണം ഉയരും. ഇന്ന് പകൽക്കാലവും നമുക്കും ഹല്ലേലൂയ വർധനവിന് വേണ്ടിയുള്ള ഈ ദൈവിക മർമ്മങ്ങളെ ഗ്രഹിക്കാം. 1, നാം കർത്താവിനെ കൈക്കൊള്ളുക. 2, അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുക. 3, അവനിലേക്ക് വേരൂന്നി വളരുക. നിശ്ചയമായി കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.